വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. ദൈവത്തിന് സ്തുതി. ഇന്ന് ഒരു ശാബത ദിവസത്തിൻ്റെ ആരംഭമാണ്. ആരംഭം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണിയാകുമ്പോഴേ ഞായറാഴ്ചയുടെ ഒരു പ്രതീതിയാണ് ക്രിസ്ത്യാനികൾക്ക്. ഇവിടെ ശാബത ദിവസം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റ് പ്രവർത്തികളിൽ നിന്നെല്ലാം മാറിയിരിക്കും. ഈ ശാബത ദിവസത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോകും. ചില ദേവാലയത്തെ ഇടവകപ്പള്ളി എന്ന് പറയും. എന്താണ് ഇടവകപ്പള്ളി എന്ന്? വകയുള്ള ഇടം. നമ്മുടെ വക എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ എല്ലാ കൂതാശകളും നിവർത്തിച്ചു തരുന്ന നമ്മുടെ പള്ളി. അവിടെ തന്നെയാണ് നമ്മൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അന്ത്യവിശ്രമം കൊള്ളുന്നതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനത്തെ 2 ചാപ്റ്ററിൽ പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ യാക്കോബിൻ്റെ മരണവും അതുപോലെ തന്നെ ജോസഫിൻ്റെ മരണവും പറഞ്ഞിരിക്കുന്നത്. യാക്കോബ് തൻ്റെ വാർദ്ധക്യകാലത്ത് ഈജിപ്തിലെ പ്രവാസ ജീവിതത്തിലായിരുന്നു. ആ പ്രവാസ ജീവിതത്തിൽ യാക്കോബ് തൻ്റെ മകനോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പൂർവികരെ അടക്കിയിരിക്കുന്നത് ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ അന്നൊക്കെ ഗുഹയിലാണ് അടക്കുന്നത്. ഒരു ഗുഹ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഗുഹയിൽ എന്നെ നീ അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ആ പിതാവ് പറഞ്ഞതനുസരിച്ച് ജോസഫ് ആ പിതാവിനെ ഈജിപ്തിൽ നിന്നും അവിടെ കൊണ്ടുപോയി അടക്കം ചെയ്തു. അതുപോലെ തന്നെ ഈ പിതാവ് പറഞ്ഞ അതുപോലെ തന്നെയാണ് ജോസഫും തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഈജിപ്തിൽ നിന്നും ദൈവം നമ്മുടെ വാഗ്ദത്ത ദേശത്തേക്ക്, കനാൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ മരിക്കാറായി, 110 വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു. ഞാൻ മരിക്കാറായി. ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന്, എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി ഇടണം. എൻ്റെ പൂർവികരുടെ കൂടെ ഇടണം. ഈ വേദവാക്യങ്ങൾ അല്ലെങ്കിൽ ഈ വചനം അനുസരിച്ചാണ് നമ്മുടെ പൂർവികരും നമ്മുടെ ബന്ധുമിത്രാദികളും എല്ലാം എവിടെയെല്ലാം ജോലിക്ക് പോയാലും എവിടെയെല്ലാം പ്രവാസത്തിലായിരുന്നാലും അവരുടെ അവസാന നാളുകളിൽ അവരുടെ മാതാപിതാക്കള്, സഹോദരങ്ങളെ എല്ലാം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ച് കൊണ്ടുവന്ന് അടക്കം ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം അത് വചനപ്രകാരമാണ് ചെയ്യുന്നത്. അപ്പം മക്കള് അല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ വാർദ്ധക്യത്തിലിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തീർക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാണെന്നോ ഇത് വചനാധിഷ്ഠിതമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തവരാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ൻ്റെ അവസാന ഭാഗവും 50 വായിച്ചാൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അങ്ങനെ വചനാധിഷ്ഠിത ജീവിതം നയിക്കാൻ ഈ വചന സമാഹാരം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.